ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അർച്ചനയും സച്ചിയും ആ മലമുകളിലുള്ള ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. നന്ദനോടും അവരുടെയൊപ്പം പോകാൻ പറയുന്നുണ്ട് സേതു. എന്നാൽ നന്ദൻ ഓരോ ഒഴിവുകൾ പറഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. തുടർന്ന് അർച്ചന പോകാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. കുഞ്ഞിനെ ആതിരയെ ഏൽപ്പിക്കുന്നു. 2 ദിവസത്തേക്ക് ഞാനാണ് കുഞ്ഞിനെ നോക്കുന്നത് എന്നിങ്ങനെ ആതിര പറയുന്നുണ്ട്. നിനക്ക് ബുദ്ധിമുട്ടാകുമോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അനഘ അവിടേക്ക് വരുന്നുണ്ട്. അവന്തിക വന്ന് അനഘയോട് പറയുന്നുണ്ട്, നീ എന്റെ റൂമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ടേക്കണമെന്ന്. അവന്തിക പോയ സമയം അർച്ചനയോട് അനഘ പറയുന്നുണ്ട്, എന്റെ ചേച്ചിയെ സൂക്ഷിക്കണം എന്ന്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അർച്ചനയോട് അനഘ പറയുന്നു. ആതിര അനഘയോട് പറയുന്നുണ്ട്, നീ പറഞ്ഞതുപോലെ എനിക്ക് ചില സംശയങ്ങളില്ലാതില്ല. നിന്റെ ചേച്ചി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും അവർ പോയിട്ട് വരട്ടെ എന്നൊക്കെ പറയുന്നു. നീ പേടിക്കണ്ട. അർച്ചനേട്ടത്തിയും സച്ചിയേട്ടനും പ്രാർത്ഥനയോടെയാണ് പോകുന്നത്. അവരുടെ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. തടസ്സപ്പെടുത്താൻ നോക്കുന്നവർക്കായിരിക്കും അതിന്റെ കൂലി കിട്ടാൻ പോകുന്നത് എന്ന് അനഘ പറയുന്നു. ഇതേ സമയം മൂർത്തി കുറച്ച് ആളുകളെയൊക്കെ അവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അർച്ചനയുടെയും സച്ചിയുടെയും യാത്ര തടയാൻ വേണ്ടി. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സംഘം മല കയറി കഴിഞ്ഞു. രത്നവേൽ പാണ്ഡ്യൻ എന്നാണ് തലവന്റെ പേര്. അവർ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മറ്റ് 2 പേരോടാണ് മൂർത്തി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എങ്ങനെയെങ്കിലും അവരുടെ മലകയറ്റം തടയണം. ഇതാണ് മൂർത്തിയുടെയും അവന്തികയുടെയും ഉദ്ദേശം. തുടർന്ന് സ്നേഹയാണെങ്കിൽ പൂജാമുറിയിലേക്ക് പോയി വിളക്കണയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടേക്ക് സേതു വരുന്നുണ്ട്. അവർ പോയല്ലോ, ഇനി ഈ വിളക്ക് അണച്ചു വെക്കാം എന്ന് സ്നേഹ പറയുമ്പോൾ സേതു പറയുന്നുണ്ട്, അവർ തിരിച്ചു വരുന്നത് വരെ ആ വിളക്ക് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന്. അനൂപേട്ടനും കൂടി അവരുടെ കൂടെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായേനെ എന്ന് സ്നേഹ പറയുമ്പോൾ, അവന് അവരോടൊപ്പം പോകാൻ യോഗമില്ല, അതുകൊണ്ടല്ലേ ആ അപകടം സംഭവിച്ചത് എന്ന് സേതു പറയുന്നു. വിളക്കണയാതെ ഞാൻ നോക്കിക്കോളാം അച്ഛാ എന്ന് സ്നേഹ. അത് മാത്രം പോയ മോളെ, നിങ്ങൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബത്തിലുള്ള ആളുകളുടെ പ്രാർത്ഥനയാണ് മുന്നോട്ട് പോകാനുള്ള അവരുടെ ശക്തി. ആ മല കയറി പൂജയും വഴിപാടും ഒക്കെ കഴിച്ച് തിരികെ ഇറങ്ങി വരുമ്പോൾ അവരുടെ ജീവിതം മാറും എന്ന് സേതു പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരും അർച്ചനേട്ടത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. അവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. അവന്തികയ്ക്കും നന്ദനും കൂടി വേണ്ടി പ്രാർത്ഥിക്കണം. നന്ദൻ അവരുടെ കൂടെ പോയില്ല. എന്നാലും അവന്തിക ഈ വീടിന്റെ മരുമകളാണ്. നന്ദന്റെ ഭാര്യയാണ്. അർച്ചനയ്ക്കുള്ള എല്ലാ അവകാശവും അവൾക്കും ഈ വീട്ടിലുണ്ട്. ഒരാൾ മാത്രം സന്തോഷിക്കുകയും ഒരാൾ ദുഃഖിക്കുകയും ചെയ്യുന്നത് കാണാനല്ല അച്ഛൻ ആഗ്രഹിക്കുന്നത്. 2 പേർക്കും ഒരേപോലെ സന്തോഷം ഉണ്ടാകണം. 2 പേരുടെയും ജീവിതം നന്നാകണമെന്നും സേതു പറയുന്നു. അതൊക്കെ ശരിയാകും. അച്ഛൻ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ. ഞാൻ എടുത്തു വെക്കട്ടെ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ, ഇപ്പോൾ വേണ്ട. കുഞ്ഞുങ്ങൾ എവിടെ എന്ന് സേതു ചോദിക്കുന്നു. അവർ 2 പേരും ആതിരയുടെ റൂമിലാണ് എന്ന് സ്നേഹ പറയുന്നു. അവരെ 2 പേരെയും ഒരുമിച്ച് മാനേജ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ എന്ന് സേതു ചോദിക്കുന്നത് കേട്ട് സ്നേഹ പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് അച്ഛൻ ടെൻഷൻ ആകണ്ട. അവർ 2 പേരുടെയും കാര്യം ആതിരയും അനഘയും കൂടി ഏറ്റെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് സ്നേഹ അവിടെ നിന്നും പോകുന്നു. എന്റെ കുഞ്ഞുങ്ങളെ കാത്തോണേ എന്ന് സേതു പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അവന്തികയും അർച്ചനയും ഒരു കാറിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ നന്ദനെ കുറ്റപ്പെടുത്തുകയാണ് അവന്തിക. നമ്മൾ ഈ പൂജ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരണമെന്ന് സച്ചി അവന്തികയോട് പറയുന്നു. സച്ചി എന്തിനാണ് നന്ദേട്ടനെ ഇങ്ങനെ ന്യായീകരിക്കുന്നത് എന്ന് അവന്തിക ചോദിക്കുന്നു. നമ്മളൊരു നല്ല കാര്യത്തിനല്ലേ പോകുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംസാരവും വേണ്ടെന്ന് സച്ചിയോട് അർച്ചന പറയുന്നു. നന്ദേട്ടൻ വരാത്തതിന്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഏട്ടത്തി എന്ന് അവന്തികയോടും പറയുന്നുണ്ട് അർച്ചന. പോകുന്ന വഴിയിൽ അവന്തിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഒരു കണക്കിന് അയാൾ കൂടെ വരാതിരുന്നത് നന്നായി. വന്നിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ച ഒന്നും നടക്കില്ല. എളുപ്പത്തിൽ മല കയറി എല്ലാ അനുഗ്രഹവും സാധിച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ് ഇവര്. പക്ഷെ അതൊന്നും നടക്കില്ലല്ലോ എന്നൊക്കെ. ഇതേ സമയം ധനുഷ് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി ഒരാളെ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. നേരത്തെ നേരത്തെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അയാളുമായി ഫോണിൽ സംസാരിക്കുകയാണ് ധനുഷ്. "അടിവാരത്ത് നമ്മുടെ ആളുകളുണ്ട്" എന്ന് അയാൾ പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും അർച്ചനയും സച്ചിയേട്ടനും ആ മല കയറി വഴിപാട് നടത്തിയിരിക്കണം. അതിന് ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. അവർക്കൊരു പോറൽ പോലും ഏൽക്കരുത്. അത് ഞങ്ങൾ ഉറപ്പു തരുന്നു. അവർ ഈ പൂജ പൂർത്തിയാക്കിയിരിക്കും എന്നും അയാൾ പറയുന്നു. ഇവരെ കൂടാതെ വേറെ ഏതെങ്കിലും ടീമും മല കയറിയാലും എന്നെ അറിയിക്കണമെന്നും ധനുഷ് പറയുന്നുണ്ട്. വിവരങ്ങൾ അപ്പപ്പോൾ തന്നെ വിളിച്ചറിയിക്കാമെന്ന് അയാൾ പറഞ്ഞ് ഫോൺ വെക്കുന്നു. ഈ സമയം സ്നേഹ ചായയുമായി ധനുഷിന്റെ അടുത്തേക്ക് വരുന്നു. താൻ എന്തിനാ ചായ എടുക്കാൻ പോയത്?
എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എടുത്ത് കുടിക്കുമായിരുന്നല്ലോ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ റെസ്റ്റ് എടുക്കാൻ നോക്കെന്ന് ധനുഷ് സ്നേഹയോട് പറയുന്നു. ധനുഷിന് എന്താ ഒരു ടെൻഷൻ പോലെ എന്ന് സ്നേഹ ചോദിക്കുന്നു. ഏയ് ഒന്നുമില്ല. നിനക്ക് തോന്നുന്നതാണെന്ന് ധനുഷ്. എന്നോട് വെറുതെ കള്ളം പറയാൻ നോക്കണ്ട എന്ന് സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട്. അർച്ചനയും സച്ചിയേട്ടനും മല കയറാൻ പോയതല്ലേ, അതിന്റെ ഒരു ടെൻഷൻ ആണെന്ന്. അതിനിത്ര ടെൻഷൻ എന്തിനാ എന്ന് സ്നേഹ. കൂടെ കൂടിയിരിക്കുന്ന മുതലിനെ അറിയാമല്ലോ, അവന്തികയാണ്. എന്തൊക്കെയാകുമെന്ന് കണ്ടറിയണം എന്ന് ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു. അതിനെന്താ, വഴിപാട് നടത്താൻ പോയതല്ലേ. അവയും വഴിപാട് നടത്താൻ പോയതാണ്. അപകടം പിടിച്ച ഒരു മലകയറ്റമാണത്. അവിടെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. അതൊക്കെ തരണം ചെയ്താൽ മാത്രമേ മുകളിലെത്താൻ സാധിക്കൂ എന്ന് ധനുഷ് പറയുന്നു. എന്റെ ധനുഷേ, ഇങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ദൈവത്തെ കാണാൻ പോയവരെ ദൈവം തന്നെ നോക്കിക്കോളും. ഇത്രയും പറഞ്ഞ് സ്നേഹ അവിടെ നിന്നും പോകുന്നു. അവരെ ദൈവം നോക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പക്ഷേ ചെകുത്താന്റെ മനസ്സുള്ള ഒരുത്തി കൂടെയുള്ളപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടും ചതിയുണ്ടാവും. ഇവരുടെ പ്ലാൻ ഇനിയും എന്താണെന്ന് വ്യക്തമല്ല. എന്തായാലും എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തിരിക്കും എന്ന് ധനുഷ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് മലയാണ്. ഓരോരുത്തരും മല കയറുന്നുണ്ട്. അവിടെ ഒരു ജോത്സ്യൻ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിനോട് ഒരാൾ വന്ന് സംസാരിക്കുന്നുണ്ട്. നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും പണ്ട് ഉരുൾപൊട്ടിയ കാര്യങ്ങളുമൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അതുകൂടാതെ അവിടെ ആനക്കൂട്ടങ്ങളെയും ഒക്കെ കാണുന്നുണ്ട്. അവിടേക്കാണ് സച്ചിയുടെ കാർ എത്തിയത്. അവിടെ ഒരു ഫോറസ്റ്റ് ഗാർഡിനെ ചവിട്ടി കൊന്നതേയുള്ളൂ ആനക്കൂട്ടം. അതും 2 ദിവസമേ ആയിട്ടുള്ളൂ. ആ ജോത്സ്യൻ ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് ചൂണ്ടിക്കാട്ടിയിട്ട് പറയുന്നുണ്ട്. മോനെ, നീ അത് കണ്ടോ എന്ന്. ആദ്യം അവന്തിക കാറിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. പിന്നീട് അർച്ചനയും സച്ചിയും ഇറങ്ങുന്നു. സ്ത്രീകളോ എന്ന് ചോദിക്കുന്നുണ്ട് അയാൾ. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.